ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ പാർലറിൽ പോയി ഒന്നും ചെയ്യാനുള്ള പൈസ കാണത്തില്ല, സമയക്കുറവ് കാണും. എല്ലാം കൊണ്ടും ആൾക്കാർക്ക് ഭയങ്കര മനോവിഷമമുള്ള ആൾക്കാരുമുണ്ട്. ചിലവർക്ക് ഒരു നേരത്തെ ഒരു എന്താ പറയണ്ടേ, ഭക്ഷണത്തിനൊന്നും അങ്ങനെ ദാരിദ്ര്യം ആർക്കും ഇല്ല. എന്നിരുന്നാലും ഒരു പൈസ കിട്ടുമ്പോഴത്തേക്കും, കുറച്ച് പൈസ കിട്ടുമ്പോൾ അത് പാർലറിൽ കൊണ്ട് കളയാനോ ഒരുക്ക് സാധനങ്ങൾ മേടിക്കാനോ ഉള്ള ഒരു പൈസയും ചിലവർക്കൊന്നും കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പാർലറിൽ തന്നെ പോയിരുന്ന് ചെയ്ത് മുഖം സംരക്ഷിക്കാമെന്ന് ആർക്കും അതിനുള്ള സമയവുമില്ല, അതിനുള്ള പൈസയുമില്ല. അപ്പം പാർലറിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുഖം നല്ല വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. കാരണം ഈ ഒരു സാധനം നിങ്ങളുടെ വീട്ടിൽ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇരിക്കത്തില്ല. ആ ഒരു സാധനം കൊണ്ടും കുറച്ച് ചെറിയ സാധനം നമുക്ക് പറ്റുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മളൊരു അടിപൊളി ഫേഷ്യൽ, നിങ്ങൾ എവിടെയെങ്കിലും പോവുക. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ദിവസമായിട്ട് 2-3 ദിവസം ഒന്നും നിൽക്കത്തില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങൾ പാർലറിൽ നിന്ന് വന്ന ആൾക്കാരെക്കാളും ഭംഗിയുള്ള മുഖമായിരിക്കും നിങ്ങളുടേത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് നീണ്ടു നിൽക്കത്തില്ല ദിവസങ്ങൾ. ഇന്ന് ചെയ്താൽ നാളെയും കൂടെ അതിൻ്റെ ഒരു ശലം കാണും, പിന്നെ അതിന് കാണത്തില്ല. അപ്പം നോക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ കാര്യമാണ്. മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല ഗ്ലോയും എല്ലാം വരും. അപ്പോൾ എന്നതാണ് ആ ഫേസ് പാക്ക് എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പം ഇതിനായിട്ട് വേണ്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ മുഖം നമ്മളൊന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്നാ, ഞാനിപ്പോൾ മുഖം ഒന്നും കഴുകിയിട്ടില്ല. രാവിലെ കഴുകി ഞങ്ങളൊന്ന് ഹോസ്പിറ്റൽ വരെ പോയായിരുന്നു. ചേട്ടന് ഇന്നായിരുന്നു കൈ കാണിക്കേണ്ട ദിവസം. അപ്പോൾ ഇന്ന് കൈ കാണിച്ച് അതിൻ്റെ വിശേഷം ആദ്യം തന്നെ പറയാം. കൈ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. ചുറ്റിക്കെട്ടി സാധാരണ വെക്കുന്നത് തന്നെ ഇടയ്ക്കൊക്കെ വെക്കുക, മാറ്റുക, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. നോക്കിയിട്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ ഒരു ശക്കലം വേദന എന്നുള്ളത് നമ്മുടെ ഞരമ്പുമായിട്ട് അത് സർക്കുലേഷൻ നടക്കുന്നെന്നുള്ള ആ വേദന ഒന്നും മൈൻഡേ ചെയ്യണ്ട. കെട്ടിവെച്ചെങ്കിലേ ഷേപ്പ് കറക്റ്റായി കിട്ടത്തുള്ളൂ. ഈ ഒരു വിരൽ കറക്റ്റായിട്ട് അതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞു. നഖം ശകലം ഉണ്ടെന്ന് പറഞ്ഞു. അത് വളർന്ന് പൂർണ്ണ രൂപത്തിലെത്തുമെന്നും പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് നിങ്ങളെ ഒന്ന് അറിയിക്കും. എല്ലാവരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ മുഖം ഒന്ന് ചുമ്മാ ഒരു മോയ്സ്ചറൈസ് മാത്രം ഇട്ടിട്ടാണ് പോയത് ഹോസ്പിറ്റലിൽ. അതും ഇട്ട് ശകലം പൗഡർ ഇട്ടിട്ട് പൊട്ടും വെച്ചാണ് പോയത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞിട്ട് വേണം ഈ ഫേസ് പാക്ക് ചെയ്യാൻ. ഞാൻ പിന്നെ ഇടയ്ക്ക് 2 ആഴ്ചയിലോ 3 ആഴ്ചയിലോ ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രബ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ക്രബ് മാറ്റുവാണ്, സ്ക്രബ് ചെയ്യുന്നില്ല. കാരണം സ്ക്രബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തരി ഒത്തിരിയുള്ള പഞ്ചസാര എടുക്കല്ലേ, ശകലം തരിയുള്ള പഞ്ചസാര, കാപ്പിപ്പൊടിയും കൂടെ ചേട്ടൻ്റെ കൈയുടെ ഞാൻ പറഞ്ഞായിരുന്നു. ഇതാ കണ്ട, ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് മാറ്റുക, അങ്ങനെയൊക്കെ കെട്ടുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പം സ്ക്രബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെറിയ തരിയുള്ള പഞ്ചസാരയും കാപ്പിപ്പൊടിയും കൂടെ ഒരു ഇതിനകത്തോട്ട് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്തുപയോഗിച്ച് മിക്സ് ചെയ്യണം? ശകലം പാലുപയോഗിച്ച് പാൽ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കാണിച്ച് സ്ക്രബ് മൊത്തമായിട്ട് കാണിച്ചിട്ട് അതങ്ങ് മാറ്റുക. സ്ക്രബ് ചെയ്യാത്തവരുടെ കാര്യമാണ്. 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ കൂടുമ്പോൾ സ്ക്രബ് ചെയ്യുന്നവരുടെ കാര്യമല്ല പറയുന്നത്. ഒരിക്കലും ഇതുവരെ സ്ക്രബ് ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അത് ചെയ്ത് മാറ്റുക മുഖത്തുനിന്ന്. അത് നന്നായിട്ട് ചെയ്തിട്ട് അതങ്ങ് നീക്കുക. അപ്പം ഞാൻ പോയി മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതേ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബൗൾ എടുക്കുക. അതിനകത്ത് 1 സ്പൂൺ പൗഡർ. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടല്ലോ. പൗഡർ ഉണ്ടോ? അടിപൊളി. ഏത് പൗഡറാണേലും മതി കേട്ടോ. ഇതാ പൗഡർ എടുത്തിട്ട് 1 സ്പൂൺ പൗഡർ
1 സ്പൂണ് പൗഡർ നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്നു. ഇട്ടല്ലോ. ഇനി ഇതിനകത്ത് നിന്ന് ഗോതമ്പ് പൊടി ഏതാണേലും മതി. ഞാൻ ആശീർവാദിൻ്റെയാണ് എടുത്തേക്കുന്നത്. 1 സ്പൂണ് ഗോതമ്പ് പൊടി. ഇനി നിങ്ങൾക്ക് അലോവര ജെല്ല്, അത് നിങ്ങൾക്ക് മേടിക്കുന്നത് തന്നെ വേണം കേട്ടോ, അലോവര ജെല്ല്. കാരണം മേടിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല ചെയ്യാൻ. അതുകൊണ്ടാണ് ഇതാ അലോവര ജെല്ല്. പിന്നെ നമ്മുടെ 1 സ്പൂൺ പാല്. പച്ചപ്പാലാണ്, കാച്ചിയ പാലൊന്നുമല്ല, പച്ചപ്പാല് വേണം നമുക്ക് എടുക്കാൻ ഇതിനായിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ആക്കുക. മിക്സ് ആകുമ്പോൾ ശരിയായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാല് തന്നെ വീണ്ടും ഒഴിക്കുക. എൻ്റെ ശരിയായില്ല, അപ്പം ഇച്ചിരിയുടെ പാലൊഴിച്ച് നമ്മൾ അതിനെ നന്നായിട്ട് അലിപ്പിക്കുക, മിക്സ് ആക്കുക നന്നായിട്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നല്ലൊരു ജെല്ല് പോലെ വരും കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് ഒരു ക്രീമി പരുവത്തിൽ വരും. ഇത് മാത്രം മതി നിങ്ങൾക്ക് ഫേഷ്യലിന് പകരം. ഈ പൈസയൊക്കെ കളയാനില്ലാത്തവർക്ക് ഈ ഒരു സാധനം മാത്രം ചെയ്തിട്ട് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും, റിസപ്ഷൻ, കല്യാണം, എന്ത് പാർട്ടിക്ക് ഏത് പാർട്ടിയാണോ അതിനൊക്കെ പോകുമ്പോൾ നിങ്ങളായിരിക്കും അവിടുത്തെ താരം, നിങ്ങളായിരിക്കും അവിടെ തിളങ്ങി നിൽക്കുന്നത്. അതാണ് പറഞ്ഞു വരുന്നത് കേട്ടല്ലോ. നല്ല രസം കേട്ടോ നമ്മുടെ മുഖപ്പം കാണാൻ. ഞാൻ ഇതിന് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിന് മുമ്പ് ഞാൻ പൗഡറിൻ്റെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചേരേണ്ട കാര്യങ്ങൾ പലതും ചേരുന്ന രീതിയുണ്ട് കേട്ടോ. അപ്പം ഇതേ രീതിയിൽ കേട്ടോ ഇരിക്കണം. അതായത് നല്ല മുഖത്ത് ഇട്ടാൽ നല്ല ഇതായിട്ടിരിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇതാ കണ്ട. ഇനി നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ കുറേ ആയി ചെയ്തിട്ട് കേട്ടോ. താരൻ്റെ ആണോ? ഇല്ല മക്കളെ, എന്തോരം മുറിച്ചില്ലടോ. ഒന്ന് ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ടുണ്ടല്ലോ, ഞാൻ വരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. താരനുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഷാമ്പു ഇതുവരെ മേടിച്ചില്ല, തീർന്നിട്ട് ഒന്ന് വൈകിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്ത് ഞാൻ നല്ല മണമെന്നറിയാം, പൗഡറിൻ്റെ മണം ഇതിനകത്തോട്ട് ചേർത്തിട്ടില്ലേ. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ആയി കേട്ടോ എൻ്റെ മുഖത്തൊരു ഫേസ് പാക്ക് ചെയ്തിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ചെയ്യുന്നില്ലെന്നുള്ളത്. കാരണം ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മുഖം വേദനയും സൈനസ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തിയേക്കുമായിരുന്നു. ഇന്നപ്പം ഞാൻ വിചാരിച്ചു, എത്രയോ ആൾക്കാർക്ക് പൈസ ഇല്ലാതെ പാർലറിൽ പോകാൻ പൈസ ഇല്ലാത്തവരുണ്ട്. പൈസ തന്നെയല്ല പ്രശ്നം, സമയക്കുറവ്. സമയക്കുറവ് വരുമ്പോഴും നമ്മൾ പാർലറിൽ പോകാൻ മടിക്കും. കാരണം എത്ര മണിക്കൂർ അവിടെ പോയി ഇരുന്നാലാണ് ഒന്ന് നമ്മുടെ മുഖം ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടേതായ ഇഷ്ടത്തിൽ നമുക്ക് ഏത് സമയവും നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം നല്ല ഭംഗിയിൽ നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക. ഈ മിച്ചം വരുന്നത് ടാനൊക്കെ പറ്റിയിരിക്കത്തില്ലേ നമ്മുടെ കയ്യേലൊക്കെ, മുഖത്തും വെയിൽ കൊള്ളുന്നതിൻ്റെ അവിടെ കരുവാളിപ്പ് വരത്തില്ലേ, അവിടെ ഇട്ട് കൊടുക്കണം കയ്യേല്. പിന്നെ കഴുത്തേലും ഇടാം കേട്ടോ. കഴുത്തേൽ ഇനിയിപ്പോൾ എനിക്ക് വൈകിട്ടൊന്നും കൂടെ, ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ, അപ്പം അതിനു വേണ്ടി ഒന്നുകൂടെ വൈകിട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ കഴുത്തേലൊക്കെ ഇപ്പം എനിക്ക് മടിയാ ഇടാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഹോസ്പിറ്റലിൽ പോകുന്നതിനാണ് ഒരുങ്ങ. അല്ല കേട്ടോ, ഇന്നത്തെ എന്നാടാ അവനെ അവന് ചിരി വരുന്ന മോൻ വന്ന് കേട്ടോ. മൂത്തയാൾ വന്നിട്ടുണ്ട്. അവരെന്നെ നോക്കുക ഈ അമ്മ എന്നെ ചെയ്യുന്നത്. ഇളയാളിൻ്റെ കട്ടിലെ വന്ന് നോക്കിയിട്ട് പറയാണേ, അച്ചോ എൻ്റെ ചാന്തക്കുട്ടൻ കഴിഞ്ഞിട്ട് ഒരു രസവും ഇല്ലെന്ന്. രസത്തിന് ഇവിടെ ഇരുന്നാൽ വല്ലതും നടക്കും അല്ലേ. അപ്പം ഇങ്ങനെ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു ഇത്
ഡ്രൈ ആവുമ്പോൾ ഒന്നും ഇങ്ങനെ മസാജൊക്കെ ചെയ്തിട്ട് വെള്ളം മുക്കി നമ്മൾ ഇവനെ അങ്ങ് തുടച്ച് മുഖമൊക്കെ കഴുകുക. അപ്പോൾ മുഖം കഴുകുന്നതിന് മുമ്പായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് വരാം. അപ്പം എൻ്റെ മുഖം ഉണങ്ങി. ഇനി ഒന്ന് വെള്ളം മുക്കി നന്നായിട്ട് തുടച്ച് മസാജ് ചെയ്ത് കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ മുഖം നമ്മൾ നന്നായിട്ട് കഴുകി വന്നു. നോക്കിക്ക് എങ്ങനെയുണ്ട് എൻ്റെ മുഖത്ത്? സൂപ്പറല്ലേ? കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇപ്പം ഞാൻ വരാം, ഒരു പൊട്ടൊക്കെ വെച്ചിട്ട് വരാം. അപ്പം ഞാൻ പൗഡറും പൊട്ടൊക്കെ വെച്ചിട്ട് വന്ന് നോക്കിക്ക്. ഇനി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ പോകുന്നവർ ഫൗണ്ടേഷന് അതൊക്കെ ഇടുമല്ലോ, അതെല്ലാം ഇട്ട് കഴിയുമ്പോൾ മുഖം അങ്ങ് നമ്മളല്ലാതായി പോകുന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ്, നമ്മുടെ മുഖം നല്ല പാറി നല്ല ഗ്ലോയൊക്കെ കിട്ടും കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ മുഖം ആദ്യം ഇരുന്ന പോലാണോ നോക്കിക്ക്, നല്ല വ്യത്യാസമായില്ലേ. ഞാനിപ്പോൾ ആകെ ഇച്ചിരി ഒരു മോയ്സ്ചറൈസ് ഇട്ടു കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് മോയ്സ്ചറൈസിങ് ഇട്ടു, പിന്നെ ഇച്ചിരി പൗഡർ ഇട്ടു, പൊട്ടും വെച്ചു മാത്രമേ ഉള്ളൂ. ഇപ്പം നന്നായിട്ട് എനിക്ക് തന്നെ അറിയാം നല്ല വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നോട് വന്ന് റിസൾട്ട് പറയണം. പിന്നെ ഞാൻ ലൈവിൽ ഇന്നലെ വന്നില്ല, ഞാൻ ലൈവിൽ ഒരു സമയം തിരഞ്ഞെടുക്കുന്നുണ്ട്, അപ്പോൾ പറയാം കേട്ടോ. എന്താണേലും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏത് സമയമാണ് പറ്റുന്നവരൊക്കെ വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.